ഹാലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ളവരെ, നമ്മൾ പല കാര്യങ്ങളും ഈ ഭൂമിയിൽ നമുക്ക് നടന്നു കിട്ടാതെ വരുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, അവർ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഇവരെന്തെങ്കിലും ചെയ്തിട്ടാണോ, എന്തുകൊണ്ട് ഇങ്ങനെയെന്ന്. ഓരോ ദിവസവും യേശുവിനോടുകൂടെ യാത്ര ചെയ്ത് പോയ മക്കൾ മനസ്സിലാക്കുന്നൊരു വലിയ കാര്യമാണ്. എന്താണത് കുട്ടികളെ? ദൈവം എന്തിന് ഇത്രമാത്രം സാത്താനിൽ നിന്ന് സഹിച്ചു? ഇത് യേശു എന്തിന് സാത്താനിൽ നിന്ന് ഇത്രമാത്രം സഹിച്ചു? കുരിശിൽ കിടന്ന് പിതാവായ ദൈവം പോലും ഉപേക്ഷിച്ചു എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ എലോയ് എലോയ് ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് യേശു ചോദിച്ചത്. അപ്പൊ നമുക്ക് തോന്നും, എന്നിട്ട് എന്തുമാത്രമാണ് യേശു സഹിച്ചതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാൽ. എന്നാൽ യേശു ഇവിടെ വന്ന് ബലിയായത് നമ്മുടെ കണ്ണുകൾ തുറന്നു തരാനാണ് മക്കളെ. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ ആ ഒരു ശക്തി അറിഞ്ഞ് ദൈവത്തെ അറിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയാണ് ദൈവം ഇത്രമാത്രം യേശുവിനെ കൊണ്ട് സഹിപ്പിക്കാൻ തയ്യാറായത്. ദൈവത്തെ കണ്ടെത്താൻ അറിയാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും അവൻ്റെ കാൽവരി യാഗത്തിലേക്കാണ് നോക്കേണ്ടത്. ഇതുപോലെ നാമും ഈ ലോകത്തിൽ വെച്ച് തന്നെ സഹനത്താലും ഉപേക്ഷിക്കപ്പെടുമ്പോഴും അത്രമാത്രം നമ്മൾ സഹിക്കേണ്ടി വരുന്നു. ഓരോ ബലിവസ്തുക്കളായി അങ്ങനെ നാമും തീരുകയാണ്. യേശു ദൈവമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കാണുന്നത്. സാത്താൻ പോലും അവനെ ഭയന്ന് വിറയ്ക്കുകയാണ്. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ദൈവപുത്രനാണെന്ന് എനിക്കറിയാം എന്ന് സാത്താൻ ഉറക്കെ വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ചപ്പോൾ വചനം പറയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലും മനോഹരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ യോഹന്നാനും വിശുദ്ധ ലൂക്കായും അത്രമാത്രം അതിനെക്കുറിച്ച്, ആ മരണാവസ്ഥകളെ കുറിച്ച് എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് പറയുന്നത്, അതിലെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ, നിന്നെ തന്നെ നീ രക്ഷിക്ക്. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഇങ്ങനെ നിങ്ങളോട് പറയാം. നീ എന്തുമാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അതിനുശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും വലിയ സഹനങ്ങൾ വന്നത്. ഇതുവരെ ഇങ്ങനെയില്ലായിരുന്നു. നിങ്ങൾക്കും തോന്നിയേക്കാം, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രമാത്രം സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പോകുന്നവരും വരുന്നവരും മുഴുവൻ എന്നെ നോക്കി കളിയാക്കി തലകുലുക്കി എന്നെ പരിഹസിച്ച് കടന്നു പോകുന്നു. ഈ ഒരു തോന്നൽ എല്ലാവരുടെ ഉള്ളിലുണ്ടാവുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയണവര്, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ, കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. കണ്ടു, നമ്മളോട് പലരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. നീ ആദ്യം നിന്റെ സഹനങ്ങൾ തീർക്ക്, എന്നിട്ട് ഞങ്ങളുടെ സഹനങ്ങളെ കുറിച്ച് നിനക്ക് അന്വേഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ. ഞാൻ ദൈവപുത്രനാണെന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു. ഞാനിത് പറഞ്ഞത് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ പ്രാർത്ഥനയുമായി കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടലുകളും ഉപേക്ഷിക്കപ്പെടലുകളും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം. പ്രൈസ് ദി ലോർഡ്. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്നാണ് വിശുദ്ധ മത്തായിയും വിശുദ്ധ മാർക്കോസും എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നും കൂടെ ചേച്ചത് പറയട്ടെ. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്ന്. എലോയ് എലോയ് ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നാണ് യേശു ചോദിക്കുന്നത്. അതിനു മുൻപുള്ള വചനഭാഗങ്ങൾ എല്ലാവർക്കും അറിയാം. അവനെ തുപ്പുന്നു, ഇടിക്കുന്നു, അടിക്കുന്നു, എന്തെല്ലാം പറയുന്നു. ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നു, പീലാത്തോസിന്റെ മുൻപിൽ കൊണ്ടുവരുന്നു, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരാൻ പറയുന്നു, ഇവനെ ക്രൂശിക്കുക എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ 2 കീറി എന്ന്. എന്തിനാണ് ദേവാലയത്തിലെ തിരശീല കീറിയത്? ഒന്നാണ് നാം മനസ്സിലാക്കുന്നത്, യേശുവിൻ്റെ വിരുമാറിലൂടെ പിതാവായ ദൈവത്തെ കാണാൻ വേണ്ടിയായിരുന്നു ആ തിരശീല. ഇനി യേശുവാണ് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു.
എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. ഞാനാണ് വാതിൽ, ഞാനാണ് പിതാവിലേക്കുള്ള വഴി. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശു നമ്മെ പഠിപ്പിക്കുന്ന ആ ദേവാലയത്തിൻ്റെ തിരശീല മുകൾ മുതൽ താഴെ വരൽ രണ്ടായി കീറിയതിൻ്റെ ഉദ്ദേശം. 2, ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു. എന്താ ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു? നമ്മൾ കേട്ടിട്ടില്ലേ? മാലാഖമാരുടെ അപ്പം. ആ പാട്ടിൽ കേൾക്കുന്നില്ലേ? ഭൂമി പിളർന്നു. എന്നിട്ട് അതായത് ഈ പ്രകൃതി പോലും വിറച്ചു. പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും അവൻ്റെ നാഥൻ മരിച്ചപ്പോൾ അവര് വിറച്ചു കുലുങ്ങി. എന്നിട്ട് പാറ പൊട്ടി, അതിൽ നിന്നും വെള്ളമൊഴുകി. അവിടെയൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി വന്നു അത്രേ. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ വെള്ളം നിറഞ്ഞു അത്രേ. കർത്താവിൻ്റെ മരണം മൂലം പ്രകൃതി ഇളകി മറിഞ്ഞ് കരഞ്ഞതാണ് നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നമ്മൾ കല്ലറ എന്തിനു പണിയുന്നു എന്ന് ചോദിക്കുന്നില്ലേ? കാരണം നാളെ നമ്മൾ ഓരോരുത്തരും എഴുന്നേൽക്കാനുള്ളവരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്താ പറയുക, മരിച്ചു കഴിയുമ്പോൾ നമ്മളും മരിച്ചു എന്നല്ല പറയുന്നത്, നിദ്ര പ്രാപിച്ചു എന്നാണ്. 52-ാം തിരുവാക്യം പറയാണ്, നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ കല്ലറകൾ തുറന്നു. എന്നിട്ട് പല വിശുദ്ധന്മാരുടെയും തൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. പല വിശുദ്ധന്മാരുടെയും മരിച്ചു കിടക്കുന്ന, അതായത് അവരെ നിദ്ര പ്രാപിച്ചു എന്നാണ് പറയുന്നത്, ആ കിടക്കുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അവരവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ദേവാലയത്തിലേക്ക് വന്നു അത്രേ. പലർക്കും അത് കാണാൻ സാധിച്ചുവെന്ന് യേശുവിൻ്റെ മരണം കൊണ്ടുണ്ടായൊരു സംഭവമാണ് ആ കാണുന്നത്. യേശു പാതാളത്തിൽ ഇറങ്ങി അനേകർ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ പുറത്തു വന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയാണ്, ഭൂകമ്പങ്ങളും മറ്റു പല സംഭവങ്ങളും കണ്ട് അത്യധികം അവിടെ കാവൽ നിന്നിരുന്ന പലരും ഭയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന്. ഞാനിതിപ്പോൾ എൻ്റെ മക്കളോട് ഇത്രയും വിവരിച്ച് പറയാൻ എൻ്റെ കാര്യം എന്ന് വിചാരിച്ചാൽ, ഇതൊക്കെ തന്നെയാണ് മക്കളെ നമ്മൾ ഓരോരുത്തരും മരിച്ചു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നതും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ പോകുന്ന പീഡനങ്ങളും. നിങ്ങൾ ഈ ഭൂമിയിലൂടെ പ്രാർത്ഥനക്കാരായി കടന്നു പോകുമ്പോൾ അനേകം മക്കളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്നാൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സമ്പത്തും സമൃദ്ധിയും ഒക്കെ ദൈവം നമുക്ക് തരും. എന്നാൽ അതോടൊപ്പം പീഡനങ്ങളും. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം സംഭവിച്ചുവെന്ന് ബൈബിളിൽ നിന്ന് നമ്മളൊന്ന് മരിക്കുന്നതിനേക്കാൾ മുന്നമേ തന്നെ എന്തൊക്കെയാണ് അവരെ ചെയ്തത്, യേശുവിന് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് എൻ്റെ മക്കൾ ഒന്ന് വായിച്ചു പഠിക്കുക. എന്നിട്ട് ഈ വഴിയിലൂടെ ഞാനും കടക്കേണ്ടിയിരിക്കുന്നു. യേശു ആദ്യജാതൻ, നമ്മളതിൻ്റെ പുറകെ വരുന്നവർ. ആ വഴിയിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തൊരു വചനം എൻ്റെ കുട്ടികൾ കേൾക്കുക. അതായത് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം. അതിനകത്ത് പറയാണ്, കർത്താവ് കൃപാനിധി ആയ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3ഉം 4ഉം തലമുറയോളം ശിക്ഷിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിന് എന്താ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം? അത് വചനമാണ്. അത് ഇടം വലം വ്യതിചലിക്കില്ല. ആകാശം ഭൂമിയും മാറ്റപ്പെട്ടേക്കാം, കർത്താവിൻ്റെ വചനം മാറില്ല. അപ്പൊ തെറ്റ് ചെയ്യുന്ന മക്കളെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനാണ്, ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്.
എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്കും മക്കളെയും മക്കളുടെ മക്കളെയും 3ഉം 4ഉം തലമുറ. അപ്പോ നമ്മൾ ഈ ഭൂമിയിൽ പിതാക്കന്മാരുടെ കുറ്റം വഹിക്കുന്നവരാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഭംഗിയായിട്ട് അത് പറയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുറ്റം ഞങ്ങൾ വഹിക്കുന്നു എന്നാണ് പറയുന്നത്. ബാറൂഖിന്റെ പുസ്തകത്തിലൊക്കെ അത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പൂർണ്ണ വിടുതൽ നമ്മൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയേണ്ട വാക്കുകളാണ്. അതിൻ്റെ തൊട്ട് പറഞ്ഞുള്ള വചനം ഒന്ന് കേൾക്കും എൻ്റെ കുട്ടികൾ. കർത്താവേ, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. എന്തു വേണം? ഓരോ ദിവസവും കരുണക്കൊന്ത ചൊല്ലുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മക്കള് ഒരു നിമിഷം പോലും മാഞ്ഞു പോകാതെ നിങ്ങൾ നടന്നു പറയേണ്ട ഒരു കാര്യമാണ്, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഞാനും എൻ്റെ പൂർവികരും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും ഞങ്ങൾക്ക് പാപശാപ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം തന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? ഈ പ്രയർ എൻ്റെ കുട്ടികളൊന്ന് എഴുതി വെക്കി. പാപശാപ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അടിയനും കുടുംബത്തിനും മോചനം തന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്താലും അവൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും. അപ്പോ ഇന്ന് ഞാനിപ്പോൾ ഇതൊക്കെ എന്താ പറയാൻ കാര്യം ഉണ്ടായി എന്ന് വിചാരിച്ചാല്, ഞങ്ങൾക്കുണ്ട് മക്കളെ ഭയങ്കര സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാനും എൻ്റെ മനസ്സിൽ തോന്നും, അപ്പോൾ ദൈവമേ, യേശുവിനേക്കാളും വലുത് സാത്താനാണോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് ബൈബിൾ വായിക്കുന്ന ചേച്ചി പറയേണ്ട അതുകൊണ്ടാണ്. ആ ബൈബിൾ അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. അതാ കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, നീ അവൻ്റെ പിന്നെ പിടിച്ചോളൂ, അവൻ്റെ കരം പിടിച്ചോളൂ. അവൻ നടന്ന വഴിയിലൂടെ നടന്നു പോകേണ്ടിയിരിക്കുന്നു. നടന്ന മക്കളെ എന്ന്. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഒറ്റയ്ക്കിരിക്കാൻ ദൈവം അനുവദിക്കുന്നു, പ്രാർത്ഥനക്കാരാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്.